എൽഡിഎഫിനെയും ബിജെപിയെയും കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് അടൂരിൽ തുടക്കം. കേരളത്തിൽ യുഡിഎഫും എൽഡിഎഫ് ബിജെപി സഖ്യവും തമ്മിലാണ് മത്സരമെന്ന് രാഹുൽ പറഞ്ഞു. അന്തർധാരയ്ക്ക് നിരവധി തെളിവുകളുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്രം കാര്യമായ ഒരു നീക്കവും നടത്തുന്നില്ല. ശബരിമലയിൽ സിപിഎം നേതാക്കൾ സ്വർണം കവർന്ന കാര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മിണ്ടുന്നില്ല. കേരളത്തിൽ എൽഡിഎഫ് ഭരണമാണ് ബിജെപി ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധി ആദ്യ പ്രചാരണ പരിപാടിയിൽ അല്പസമയം മുൻപ് പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ സിപിഎം ബിജെപി ഡീൽ കേരളത്തിലുണ്ട്, അത്തരമൊരു അന്തർധാരയ്ക്ക് കൃത്യമായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം നിലവിൽ പ്രചാരണ രംഗത്തുള്ള എല്ലാ വിഷയങ്ങളും പരാമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പത്തനംതിട്ടയിലെ പ്രസംഗവും. We are fighting here an election against the LDF, which is fully supported by the BJP. On one side is the UDF, and on the other side is a combination of LDF and BJP. Well, the first proof is that people who fight the BJP, who genuinely fight the BJP, get attacked by the BJP. So the first proof is that there is no attack on the Chief Minister of Kerala by the BJP. Everybody knows that the LDF leadership is corrupt. And the second reason is the Prime Minister came here yesterday to Kerala. He has forgotten that the left front leaders stole from Ayyappaji. That the left front leaders took the gold of Ayyappa temple and replaced it with brass. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, രാഹുൽ ഗാന്ധിക്ക് ആവേശകരമായ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ എന്താണോ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്ന വിഷയങ്ങൾ, ഡീൽ ആരോപണം ഉൾപ്പെടെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും പരാമർശിച്ചുകൊണ്ടാണ് രാഹുൽ പ്രവർത്തകരെ ഇളക്കി മറിച്ചത്. ജിൽസി, പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും ഒരേപോലെ കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി രാഹുൽ എത്തിയിരിക്കുന്നു. അതിരൂക്ഷമായ വിമർശനമാണ് മോദിക്കും പിണറായിക്കുമെതിരെ ഉന്നയിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നോക്കൂ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ UDF ഉന്നയിക്കുന്ന ഡീൽ ആരോപണം ആവർത്തിക്കുന്നു രാഹുൽ ഗാന്ധി. ദേശീയ തലത്തിലേക്ക് തന്നെ അതൊരു പ്രചാരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം എന്നുകൂടി വേണം നമുക്കതിലെ വായിച്ചെടുക്കാൻ. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് BJPയും LDFും ചേർന്ന ഒരു മുന്നണിയും UDF മുന്നണിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്ന ഗുരുതരമായ ഡീൽ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇവിടെ അടൂരിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗമാണിത്. ആ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുലിന്റെ പ്രചരണത്തിന് തുടക്കമിടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡീലിന് പിന്നിൽ 2-3 കാര്യങ്ങളുണ്ടെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഒരു കാരണവശാലും കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല, UDF അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് BJP ദേശീയ തലത്തിൽ തന്നെ ആഗ്രഹിക്കുന്നു. കാരണം ദേശീയ തലത്തിൽ BJP ഏതെങ്കിലും ഘട്ടത്തിൽ വെല്ലുവിളിക്കാൻ ഒരു ഘട്ടത്തിലും ഒരു സമയത്തും BJPക്ക് കോൺഗ്രസ് CPMന് കഴിയില്ല. അത് കോൺഗ്രസിന് മാത്രമാണ് കഴിയുക. മാത്രമല്ല, ഇവിടെ LDF അധികാരത്തിലെത്തിയാൽ അവരെ വരുതിക്ക് നിർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന് കൃത്യമായി മോദിക്ക് അറിയാം. അതുകൊണ്ട് പിണറായി തന്നെ അല്ലെങ്കിൽ LDF തന്നെ വീണ്ടും അധികാരത്തിലെത്തട്ടെ എന്ന് അതുകൊണ്ടുകൂടിയാണ് മോദി ആഗ്രഹിക്കുന്നത്. ഇവർ തമ്മിലുള്ള പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ അന്തർധാരകൾ ഏറെയുണ്ട്. ആ അന്തർധാര വെറുതെ ഉന്നയിക്കുന്നതല്ല, അതിന് നിരവധി അനവധിയായ തെളിവുകൾ ഉണ്ടെന്നുകൂടി രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. അതായത് ചോദ്യം ചെയ്യുന്നവരെ ഒരു ഘട്ടത്തിലും മോദിക്ക് BJPക്ക് ഇഷ്ടമില്ല. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു താൻ. അതുകൊണ്ടാണ് തനിക്ക് 52 മണിക്കൂറോളം ജയിലിൽ കിടക്കേണ്ടി വരികയും 52 മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് ഹാജരാവേണ്ടി വരികയും നിരവധി ഏതാണ്ട് 50-ലധികം കേസുകൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നത്. നോക്കൂ, കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിക്കെതിരെ ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണം നൽകിയത് വളരെ ആവേശകരമായ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് പ്രവർത്തകർ അവിടെ ഒരുക്കിയത്. മാത്രമല്ല